മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ഗൈനക്കോളജി വിഭാഗം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഡോക്ടർമാർ അവധിയെടുത്തു പോയതാണ് പ്രതിസന്ധിയാക്കിയത്. 2 സീനിയർ കൺസൾട്ടന്റുമാരും 1 ജൂനിയർ കൺസൾട്ടന്റും അടക്കം 3 ഡോക്ടർമാരുള്ള ഗൈനക്കോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി. ജൂനിയർ കൺസൾട്ടന്റ് വ്യക്തിപരമായ ആവശ്യത്തിനും സീനിയർ കൺസൾട്ടന്റുമാരിൽ ഒരാൾ ദീർഘകാലാവധിയും എടുത്ത് സ്വകാര്യ ആശുപത്രിയിലും ജോലിയിലേക്കും പോയി. മറ്റൊരു ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ട് പകരം ഡോക്ടറെ നിയമിച്ചിട്ടുമില്ല. പ്രസവത്തിനായി എത്തിയവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് അഡ്മിറ്റ് വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല. അപ്പോൾ ജനറലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ കഴിത്തരങ്ങൾ എങ്ങനെ വെച്ചാൽ കൊണ്ടുപോയി ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും വേണ്ടില്ല നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചോളി. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു എടുക്കൂല, ഒരു എടുക്കോ പിന്നെ നമ്മൾ തട്ടി കളിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രസവം വേണം ഇല്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ഡോക്ടർ വന്ന് ഇവിടുന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങൾ അവിടെ പോയി ഏത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുവച്ചാൽ അവിടെ പോയിക്കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച് തരണം. അത്രേ ഉള്ളൂ, അല്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഇന്ന് അഡ്മിറ്റ് ആ പറഞ്ഞത് ദിവസമാണ്. വന്നപ്പോൾ ഇവിടെ OP ടിക്കറ്റ് ചോദിച്ചു. അവർ പറഞ്ഞു ഇങ്ങനെ ആദ്യം എഴുതി തന്നെ എന്തെന്നതിന് ശേഷമാണ് ഒരു പറഞ്ഞു ഡോക്ടറൊന്നും ഇല്ലാന്ന്. അത് സിസേറിയന് മറ്റന്നാളാണ് 19. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകാനാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ കൃഷ്ണ, മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒരു വിഭാഗം തന്നെ ഗൈനക്കോളജി വിഭാഗം തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നത്. എപ്പോൾ മുതലാണ് ഈ പ്രതിസന്ധി ഉള്ളത്? ഉണ്ടായിരുന്ന മുഴുവൻ ഡോക്ടർമാരും അവധിയിലാകുന്നതിനെ എങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രി വിശദീകരിക്കുന്നത്? സോണൽ. സ്മൃതി, ഞാനുള്ളത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് പോകുന്ന കവാടത്തിന് മുൻവശത്താണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വിഭാഗം ആകെ പൂട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സ്ഥിതി ഇതാണ്. ഇവിടെ എത്തുന്ന ഗർഭിണികൾ ഉൾപ്പെടെ വലിയ തോതിൽ നിരാശപ്പെട്ട് മടങ്ങേണ്ട സ്ഥിതി. അവരെയൊക്കെ അതിൽ ഗുരുതരമായ അവസ്ഥയിലുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിൽ ഇവിടെയുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഗൈനക്കോളജി വിഭാഗത്തിലുള്ളത് 3 ഡോക്ടർമാരാണ്. 2 സീനിയർ കൺസൾട്ടൻസും 1 ജൂനിയർ കൺസൾട്ടൻസുമാണ്. ഇങ്ങനെ 3 പേരാണ് ഇവിടെയുള്ളത്. അതിൽ ഈ 3 പേരും ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. 2 പേര് അവധിയിൽ പോയിരിക്കുന്നു. അതിൽ ജൂനിയർ ഡോക്ടർ പോയിട്ടുള്ളത് ഒരു പേഴ്സണൽ ആവശ്യത്തിനാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ആ സീനിയർ ഡോക്ടർമാരിൽ ഒരാൾ അവധിയെടുത്ത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. 3ാമത്തെ ആൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു അപാകത എന്ന് പറയുന്നത് മറ്റൊരു ഡോക്ടറെ നിയമിക്കാതെ എങ്ങനെ ട്രാൻസ്ഫർ നൽകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ അപാകതയായി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വലിയ പ്രതിഷേധം അല്പസമയം മുമ്പുണ്ടായിരുന്നു. വലിയ അനാസ്ഥയാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ അനാസ്ഥ തന്നെയാണ്. കാരണം 3 ഡോക്ടർമാരുടെ ഗൈനക്കോളജി OPയിലെ ഒരു ഡോക്ടർ പോലുമില്ല. സാധാരണക്കാരായ ഒരുപാട് ആളുകളെ ആശ്രയിക്കുന്ന ഈ താലൂക്ക് ആശുപത്രി ഈ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അതാണ് വളരെയേറെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അതായത് ഗൈനക്കിനെ കാണിച്ച് ഇവിടുന്ന് പ്രസവമാകുന്ന സമയത്ത് അവർക്ക് ഇവിടെ ഡോക്ടറില്ലാതെ ചികിത്സ നിഷേധിക്കുന്ന അഡ്മിറ്റ് ആവാൻ വരുന്ന സമയത്ത് ഇവിടെ ഡോക്ടറില്ല. അവർ മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അതല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകണം. സാധാരണക്കാരാണ് ഇവിടെ വരാറ്. സാധാരണക്കാരെ സംബന്ധിച്ച് മറ്റുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ പോകാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതിനൊരു അറുതി വരുത്തണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലുണ്ടായി ഗൈനക്കോളേജിൻ്റെ മികവ് ഇവിടെ നികത്തണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. അടിയന്തര ഇടപെടൽ വേണം. അടിയന്തര ഇടപെടൽ വേണം മാത്രമല്ല സാധാരണക്കാർക്ക് പറ്റിയൊരു ഹോസ്പിറ്റലാണിത്. ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും അധികം സാധാരണക്കാരാണ് ഇവിടെ ഗൈനക്കോളജി വിഭാഗത്തിൽ വരുന്നത്. സ്ഥാനത്തെ മികച്ച താലൂക്ക് ആശുപത്രികളിൽ ഒന്നാണ്. അത് മാത്രമല്ല ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത ആൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിന്ദു ഡോക്ടറാണ്. അവർ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരാളെ ഇവിടെ നിയമിക്കേണ്ടതാണ്. അത് വളരെ ജാഗ്രത പുലർത്തേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനാസ്ഥയാണ് തന്നെ തീർച്ചയായിട്ടും. വലിയ വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ രോഗികളൊക്കെ ഇവിടെ എത്തി അവർ സങ്കടത്തോടെ നമ്മളുമായി സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് എന്ത് അവസ്ഥയാണിത്, സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യാന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് നാളിതുവരെ ഇവിടെ 4 ഡോക്ടർമാർ 3-ലധികം ഡോക്ടർമാർ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഡോക്ടർമാരിൽ ഒരാൾ റിട്ടയർഡായി, ഒരാൾ കല്യാണവുമായി ബന്ധപ്പെട്ട് അവർ അവധിയിൽ പോയി, മറ്റൊരാളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കി. സ്വാഭാവികമായിട്ടും ഇവിടെ ഡോക്ടർമാരില്ലാതാകുന്ന അവസ്ഥ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. മറ്റൊന്ന്, ഈ ഒരു സീനിയർ ഡോക്ടർ ഇവിടെ നിന്ന് ലീവ് എടുത്ത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെയുണ്ട്. അത് NHMൻ്റെ ഡോക്ടറാണ്. അവർ താൽക്കാലികമായി ഇവിടെ ജോലിയിലുള്ള ഒരു ഡോക്ടറായിരുന്നു. 2 സ്ഥിര ഡോക്ടറും 2 NHMൻ്റെ ഡോക്ടർമാരും അതിൻ്റെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഡോക്ടറാണ് ഈ പറഞ്ഞ രൂപത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥ എന്നുള്ളത് അതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ട്രാൻസ്ഫറുകളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാവണം. ഈ സർക്കാർ മാറി എന്ന് കരുതി ഈ തരത്തിൽ ട്രാൻസ്ഫർ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ഉണ്ടായാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതെന്തൊരു ഇടപെടലാണ്.
നിർബന്ധമായും അടിയന്തര ഇടപെടൽ ഇപ്പൊ തന്നെ ഇപ്പോൾ നമ്മൾ DMOയെ ബന്ധപ്പെട്ടു. DMO ഓൺ എയറിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹം പറയുന്ന താൽക്കാലിക പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു പരിഹാരം ഇല്ല എന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ? താൽക്കാലികമായ എന്ത് പരിഹാരം? മറ്റു ആശുപത്രിയിലേക്ക് പോകാൻ പറയുന്നതല്ലല്ലോ പരിഹാരം. തീർച്ചയായിട്ടും സ്മൃതി, നമുക്ക് ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് കൃത്യമായിട്ട് അറിയും. അത് പൂട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. അതാ ഗൈനക്കോളജി വിഭാഗം പൂട്ടിക്കിടക്കുന്നു. ഒരു രോഗികൾക്കും ഇന്ന് സേവനം ഇവിടെ ലഭിക്കുന്നില്ല. താൽക്കാലിക സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ രോഗികൾ ഉണ്ടാകുമായിരുന്നു, ഡോക്ടർമാരുണ്ടാകുമായിരുന്നു, അവർക്ക് വേണ്ട സേവനങ്ങൾ ലഭിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും ഇന്ന് ഇവിടെ ഒരു രോഗികൾക്കും OP കൊടുത്തിട്ടില്ല, ഒരു രോഗികളും ഇവിടെ എത്തിയിട്ടില്ല, ഒരു രോഗികൾക്കും സേവനം ലഭിച്ചിട്ടില്ല. താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് ആ OP മുടങ്ങിക്കിടക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും രോഗികൾ വരുന്നുണ്ട്. ഓരോ പ്രസവം എന്ന് പറയുന്നത് വ്യത്യസ്ത ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഡേറ്റുകൾക്ക് രോഗികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് പരിശോധന ലഭിക്കുകയോ അല്ലെങ്കിൽ അഡ്മിറ്റ് ലഭിക്കുകയോ ആ ഓപ്പറേഷൻ തിയേറ്ററും അതേപോലെ തന്നെ ഓപ്പറേഷൻ റൂമൊക്കെ പ്രസവ റൂമൊക്കെ പൂട്ടിക്കിടക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ താലൂക്ക് ഇത് മാത്രമല്ല, ഇപ്പോൾ അനസ്തേഷ്യ ഇവിടെ കുറവുണ്ട്, ഓർത്തോ ഇവിടെ ഇല്ല. അങ്ങനെ ഓരോ വിഭാഗവും ഈ സ്ഥലം മാറ്റത്തിലൂടെ ഡോക്ടർമാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ കൃത്യമായി ഇവിടെ നിയമിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി നിയമിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. താൽക്കാലിക സംവിധാനം ഒരുക്കി എന്ന് DMO പലപ്പോഴും പറയുമ്പോഴും അവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ഡോക്ടർമാരിരിക്കുന്ന മുറികൾ ഉൾപ്പെടെ എല്ലാം പൂട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. എന്തായാലും അതാണ് പലതവണയായി ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരെ കാണിച്ച ശേഷം പ്രസവത്തിനായി അവിടെ അഡ്മിറ്റ് ആവാൻ വരുന്നവരോട് ഇവിടെ ഇപ്പോൾ ഈ സൗകര്യമില്ല, ഈ വിഭാഗം തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന മറുപടി എത്രത്തോളം ന്യായീകരണമാണ് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നു. അപ്പോൾ താൽക്കാലിക പരിഹാരം എന്ന് പറയുമ്പോൾ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. 3 ഡോക്ടർമാർ ഒരേ സമയം അവിടെ നിന്നും പോയിരിക്കുകയാണ്. ചിലർ ലീവ് എടുത്ത് പോയിരിക്കുന്നു, ചിലർ റിട്ടയർ ആയിരിക്കുന്നു എന്ന് പറയുന്നു. താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ കാഴ്ച. സോണൽ കൃഷ്ണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.